നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ജലക്ഷാമം നേരിട്ടതിനെ തുടർന്ന് MVP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ച മാറാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുഴുവൻ ജനപ്രതിനിധികളും ചേർന്നാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിലെത്തി ഉപരോധം സംഘടിപ്പിച്ചത്. MVP കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാത്തത് മൂലം ജലക്ഷാമം നേരിടുന്നതിൽ പ്രതിഷേധിച്ച് മാറാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ചേർന്ന് MVP സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുഴുവൻ ജനപ്രതിനിധികളും ചേർന്നാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിലെത്തി ഉപരോധം സംഘടിപ്പിച്ചത്. എല്ലാ വർഷവും ഡിസംബർ ആദ്യം വെള്ളം എത്തേണ്ടതാണ്. എന്നാൽ ഇതുവരെയും വെള്ളം തുറന്നുവിട്ടിട്ടില്ല. മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിലായിരുന്നു കനാൽ വൃത്തിയാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ MVP നേരിട്ടാണ് പണികൾ നടത്തുന്നത്. ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജലക്ഷാമത്തിന് പരിഹാരം കാണാമെന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. തുടർ നടപടികൾ സ്വീകരിച്ച് ഉടൻ തന്നെ വെള്ളം തുറന്നുവിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളി പറഞ്ഞു. വെള്ളം കിട്ടിയിട്ടിപ്പോൾ ഈ വർഷം വെള്ളം വന്നിട്ടില്ല. നമുക്ക് നിലവിൽ സാധാരണ ഡിസംബർ ആകുമ്പോഴത്തേക്കും മെയിൻ്റനൻസ് ചെയ്യുന്നതാണ്. നേരത്തെ തൊഴിലുറപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ MVP ആണ് ചെയ്യുന്നത്. MVP അവർ ഡിപ്പാർട്ട്മെൻറ്റ് കാശ് കിട്ടിയിട്ടില്ലെന്നാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ നമുക്ക് സംബന്ധിച്ച് കർഷകർക്ക് വെള്ളം എത്തുകയാണ് നമ്മുടെ ആവശ്യം. എന്നുവെച്ചാൽ മരിച്ചിട്ട് ജലം കിട്ടിയിട്ട് കാര്യമില്ല എന്നുപോലെയാണ് നെൽകൃഷി. കർഷകരെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും ജലസേചന സൗകര്യം ലഭ്യമാക്കുന്നതിനും മാറാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രംഗത്തിറങ്ങുകയായിരുന്നെന്ന് LDF അംഗം തേജസ് ജോൺ പറഞ്ഞു. എഞ്ചിനീയറായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഇപ്പോൾ തന്നെ അടിയന്തരമായ ഇടപെടലുകളിലൂടെ നടത്താം, അത് ഒന്ന് നോക്കാമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഞങ്ങൾ മുഴുവൻ മെമ്പർമാരും ഒറ്റക്കെട്ടായി ഈ ഇതിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ്. വലിയ രീതിയിൽ കർഷകരെ ബാധിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്ന ജലസേന സൗകര്യം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മുഴുവൻ ജനങ്ങളുടെയും കർഷകരുടെയും ഒപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും എന്നുള്ള ഉറപ്പും ഈ അവസരത്തിൽ തരുന്നു. അതിനായി ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ സ്ഥലം സന്ദർശിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികളായ രതീഷ് ചങ്ങാലിമറ്റം, ജിഷ പുള്ളോർക്കുടിയിൽ, ആനി വർഗീസ്, ഡെൽമ പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്സ് ജോൺ, ഷാജഹാൻ KS, ഷൈനി മുരളി, മഞ്ജു അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. ഏവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.